രാവിലെ നമ്മുടെ വണ്ടിയിൽ ലോഡ് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 ലൈറ്റ് മേടിച്ചു. കാരണം ഇവിടുന്ന് അങ്ങോട്ട് ശ്രീനഗറിന് പോകുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, പക്ഷേ ഇതിന് അത്ര വെട്ടം പോരാ. ഇത് പോകലാകുമ്പോൾ ഇതിന് വെട്ടം പോരാ. അപ്പോൾ അന്നേരം അവർ പറഞ്ഞു ഇവിടുന്ന് 2 ലൈറ്റ് വെച്ചിട്ട് പോകുന്നതായിരിക്കും. കാരണം ഇവിടെ സ്ഥിരം വണ്ടികൾ ഇവിടുന്ന് ലോഡ് കയറ്റി ശ്രീനഗർ പോകുന്ന. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ യെല്ലോ ലൈറ്റ് വെച്ചിട്ടേ പോകാവുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾ പോയി. ഇത് കണ്ടോ, ഇത് കറക്റ്റ് ഷേപ്പ് നോക്കി, മൂങ്ങയുടെ മുഖത്തിന്റെ കൊണ്ടു. ഞങ്ങൾ പിന്നെ റൗണ്ട് ലൈറ്റ് ആണ് നോക്കിയത്, ക്യാപ്പുള്ളത്. പക്ഷേ ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ അവിടെ തന്നെ കൂട്ടല്ലല്ലോ, ഇവിടെയൊക്കെ ഇങ്ങനത്തെ ലൈറ്റുകളെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ നല്ല വെട്ടം. ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കാൻ കടയിൽ പോകേണ്ടി വരും. അങ്ങനെ നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. ഇനി പടുതയൊക്കെ ഇട്ട് കെട്ടി വേണം പോകാൻ. പടുത കെട്ടൽ നടന്നുകൊണ്ടിരിക്കുക. ബില്ലെല്ലാം കിട്ടിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ 600-650 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട് ശ്രീനഗറിന്. അപ്പോൾ അതിനു മുമ്പ് നമ്മളിന്ന് രാവിലെ കണക്ഷൻ കൊടുത്തില്ല, ബൾബ് ഫിറ്റ് ചെയ്യുന്നല്ലോ, അതിൻ്റെ കണക്ഷനോട് കൊടുത്തിട്ട് അങ്ങ് പോകും. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യൻ്റെ അടുക്കിലോട്ട് വന്നാൽ നമ്മൾ ആ കണക്ഷനോട് കൊടുത്തിട്ട് ഇവിടുന്ന് നേരെ വിട്ടു ഒറ്റ റോഡാണെന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അറിയത്തില്ല, നമ്മൾ പോയിട്ടില്ല. അപ്പോൾ പോകുമ്പോൾ നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ വണ്ടി എടുത്ത് കുറച്ച് ദൂരം വന്നു. ഇത് ഹരിയാന ടൗണാണ്. നമുക്ക് കഴിഞ്ഞു. നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് റോഡിൽ. അപ്പം നമ്മൾ ഹൈവേയിലോട്ട് സൈഡിലോട്ട് ഒതുക്കി. കാരണം നല്ല ബ്ലോക്കാണ്. വണ്ടി നിർത്തി നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയപ്പോൾ ഇവിടെ എന്തോ ഒരു കൃഷി, പിന്നെ എന്താ പറയുക, വിളവെടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളങ്ങോട്ട് പോയില്ല. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ടൗണിലെ ബ്ലോക്കാണ്, ഒരു രക്ഷയില്ല. വണ്ടിയുടെ ബഹളമാണ് കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്. ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടത് കാര്യമായി. എന്തായാലും നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് മൊഹാലി എയർപോർട്ടിൻ്റെ അടുത്തേക്കാണ്. ഇത് എയർപോർട്ട് റോഡാണ്. പിന്നെ നമുക്ക് മൊഹാലി എന്ന് പറഞ്ഞത് പണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്ന ഉടനെ മൊഹാലി സ്റ്റേഡിയം, അത് നമുക്ക് പോകുന്ന വഴിക്കാണെന്ന് തോന്നുന്നു. കാണാൻ പറ്റുവാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. എന്തായാലും ഇത് എയർപോർട്ട് റോഡാണ്. അയ്യോ, നല്ലൊരു ആക്സിഡന്റ് കേട്ടോ. എൻ്റെ ബാക്കിൽ വന്ന് ഇടിച്ച് കയറിയതാണ്. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് കയറി പഞ്ചാബിൽ എത്തിയിരിക്കുകയാണ്. തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ഹൈവേ ആണിത്. നേരെ ശ്രീനഗർ ഹൈവേ ആണ്. തണുപ്പായതുകൊണ്ട് ഞങ്ങൾ നിർത്തി. അതുപോലെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അവർ കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. പഞ്ചാബി ദർഗയല്ലേ? ഈ ദർഗ എന്ന് പറഞ്ഞാൽ എന്താടാ? ആണല്ലേ. ഹലോ കൂട്ടുകാരെ, നമ്മളങ്ങനെ ഏകദേശം കാശ്മീരിന് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഒരു 180-170 കിലോമീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ ജമ്മുവിലോട്ട്. കാശ്മീരല്ല, ജമ്മുവിലോട്ട്. ഞങ്ങൾ രാവിലെ നൈറ്റ് ഓടി. നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് ഒതുക്കി നിർത്തി ശാലനേരം ഉറങ്ങി. ഇപ്പോൾ ഓടി ജസ്റ്റ് നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഒരു ധാബയുടെ അവിടോട്ട് വന്നായിരുന്നു. ചായ കുടിച്ച് കുക്ക് ചെയ്യാനുള്ള ഇച്ചിരി വെള്ളം നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും, അവർ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൂടെ എടുത്തിട്ട് ഇനിയും മുന്നോട്ട് പോകണം. രാത്രിയിലെ ഓട്ടം ഭയങ്കര ദുഷ്കരമാണ്. ദുഷ്കരം എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല, നല്ല തണുപ്പാണ്. വണ്ടി ഓടിക്കാൻ പോലും പറ്റത്തില്ല, അതുകൊണ്ട് മഞ്ഞാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുന്നത് കാണാം. ഇനിയിപ്പോൾ വല്ലതും കുക്ക് ചെയ്ത് കഴിക്കണം. പിന്നെ കണ്ടിന്യൂസ് ഓടി അങ്ങ് പോവുകയാണ്. നൈറ്റോട് ഓടി മാക്സിമം നാളത്തേക്ക് അവിടെ ചിലത്തൊക്കെ രീതിയിൽ ഓടി പോവുകയാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞ് പെതിയെ ഏകദേശം അടുക്കാറായി. പഞ്ചാബ് കഴിഞ്ഞ് നമ്മൾ കാശ്മീർ അടുക്കാറായി. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജമ്മു അടുക്കാറായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പിന്നെ ഇനിയിപ്പം എന്താ പറയണ്ട, അടിപൊളി സ്ഥലമാണ്, കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമുള്ളൊരു സ്ഥലമായിരുന്നു പിന്നെ പഞ്ചാബ് കാണണമെന്ന്. പക്ഷെ നമ്മൾ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും അകത്തോട്ട് കയറി കാണാൻ പറ്റത്തില്ല.
പത്താൻകോട്ട് വഴി നമ്മള് അകത്തോ എവിടെയെങ്കിലും ഒന്ന് വണ്ടി നിർത്തി അകത്തോട്ടൊക്കെ പോയി കണ്ടെങ്കിൽ അതിനകത്തൊരു നമുക്ക് ഇതിനെ ഒരു ഭംഗിയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ മെയിൻ റോഡിൽ കൂടെ തന്നെ ഹൈവേ കൂടെ തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്കൊന്ന് കഴിക്കാൻ നിർത്തും, ചിലപ്പോൾ ഒന്ന് ഡീസൽ അടിക്കാൻ നിർത്തും, അതൊക്കെ ഉള്ളൂ. വേറെ വല്ല അലമ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് വിശ്വസിച്ച് അവിടെ വേണമെങ്കിലും കിടക്കാം, ഒരു കുഴപ്പമില്ലാത്ത സ്ഥലമാണ്. ശരി, ഇന്നലെ നമ്മൾ രാത്രി കിടന്ന സ്ഥലം കണ്ടില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യനും ഒന്നുമില്ല, ചുമ്മാ വിജനമായിട്ട് കിടക്കുന്ന റോഡിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. കുഴിയാട്ടോ, കുഴിമണ്ണല്ലേ? പക്ഷെ നല്ല ടണ്ണുണ്ടോ തോന്നുന്നില്ല, ട്രെയിലറാ കേട്ടോ. വെള്ളവും അതിനകത്ത് മൊത്തം വെള്ളമാ. വെള്ളം എന്ന് പറഞ്ഞാൽ പൊടി ഒന്നി പറക്കാതിരിക്കാനോ വല്ല വെള്ളം ഒഴിച്ചായിരിക്കും അത്. ചെറിയ കയറ്റാ, പക്ഷെ എന്നാലും വലിയ കയറുന്നുള്ളൂ അല്ലേ? നമുക്കിനി ജമ്മുവിന് 97 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ജമ്മുവിന് നമ്മളിവിടുന്ന് ഒരു റൗട്ടുണ്ട്, റൗണ്ടിന്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് റൈറ്റിലോട്ടാണ് പോകുന്നത്. നമ്മളെ ഇതിലല്ല വണ്ടി പോകട്ടെ, നമ്മളെ ബാക്കിൽ കൂടെ ആയിരുന്നു പോട്ടെ. ഇതിലെ കൊച്ചു വണ്ടികൾ പോകുന്ന സ്ഥലമാണ്. ലോറികൾ പോകണമെന്നുണ്ടെങ്കിൽ വേറെ ട്രാക്ക് ഉണ്ട് ഇവർക്ക്. വണ്ടി തിരിച്ച് നമുക്ക് തന്നെ ആ ട്രാക്കിൽ കൂടെ അതിലെയാണ് പോകുന്നത്. ഗുലാബ് സിംഗ് 1857 റോയൽ. അതാണ് ചെക്കിങ് അല്ലേ? ഓവർലോഡ് ഉണ്ടോന്നറിയാം. ഇവിടെ പൈസ കൊടുക്കണോ? ഇതിപ്പോ ഇതെല്ലാം കൂടെ കൂടി വല്ലോടാ ഈ ആർട്ട് ബ്ലൂ എല്ലാം കൂടി. ആർട്ട് ബ്ലൂവിന് വലിയ ഇത് വരത്തില്ലല്ലോ. ഫാസ്റ്റാകാണോ അതോ സാധാരണോ അടിക്കുന്നത്? തലമാറ്റിക്കണം. നമ്മൾ കറക്റ്റ് പാസിംഗ് ലോഡ് എടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. बिल्ल जी 24 वो अंबाला हाँ वो सीमेंट है ना, सीमेंट वेट